വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റഷ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ഡേ മൈ ലൈഫായിട്ടാണ്. ഈ ഗ്യാപ്പ് ഇട്ട് നിന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് മുതലൊന്ന് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. ആദ്യം തന്നെ നമുക്കെന്നാൽ നിസ്കരിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നിസ്കരിച്ച് ദുആക്കെ ചെയ്തു. അപ്പോൾ ഗൈസ് നിസ്കരിച്ച് കഴിഞ്ഞു. ബാക്ക് മാത്രം കാണിച്ചെന്താ വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ഒരാളുണ്ട്, പക്ഷെ ഓന് ഉറക്കത്തിലാണ്. അപ്പോൾ ഓനെ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ച് എണീപ്പിക്കുക അതിനെക്കൊണ്ട് ജസ്റ്റാണ് ഞാൻ ബാക്കിലൊരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്തത്. അപ്പോൾ ഇനി കോളേജിലേക്ക് പോകണം. അപ്പോൾ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ ഇസ്തിരിയൊക്കെ ഇടാനുണ്ട്, അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം, എന്നിട്ടേ പോകാൻ കഴിയും. അപ്പോൾ അത് ചെയ്യുന്നത് കണ്ടാലോ. അയൺ ചെയ്യാൻ പോയടുത്തുനിന്ന് ഉമ്മ പറഞ്ഞു വേഗം ഫുഡ് കഴിക്ക്, ഉമ്മ അയൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിനെക്കൊണ്ട് വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഗൈസ് എത്രയൊക്കെ ടൈം ഉണ്ടെന്ന് പറഞ്ഞാലും രാത്രി ടൈം ടേബിൾ നോക്കിയേ ചെയ്യില്ല, രാവിലെയാണ് ടൈം ടേബിൾ നോക്കുകയുള്ളൂ. ഞാൻ ഇറങ്ങിയിട്ടോ 7:40 ബസ്. അപ്പോൾ വല്ലാത്തൊരു ഓട്ടത്തിന് ശേഷം ഇപ്പോൾ 7:22 അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡൊക്കെ എടുക്കട്ടെ. ഓക്കെ, ഉമ്മ എടുത്ത് വെച്ചിരുന്നു, എന്നാലും അത് എടുക്കേ വേണ്ടു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. പിന്നെ കുറച്ച് ചാർജും കുത്തണം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ ഉച്ചക്ക് കഴിക്കാനുള്ള ചോറും കറിയും സോയാബീൻ പൊരിച്ചതും. കോളേജിൽ പോകാൻ ഇറങ്ങി. അപ്പോൾ നോക്കാം. ഒരു ബസ്സുണ്ട് 40 ഇപ്പോൾ 37. അപ്പോൾ വേഗം ആ ബസ് പിടിക്കണം. ഇനി അല്ലാക്കറിയാതെ കിട്ടോ ഇല്ലോ എന്നൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ബസ്സൊക്കെ കിട്ടി. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ഓളറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ട്രെയിന് ബ്ലോക്ക് ഉണ്ടെങ്കിലും എങ്ങനെങ്കിലും അയാൾ 8:50 ആകുമ്പോഴേക്ക് കണ്ണൂരെത്തിക്കും. അതിനെക്കൊണ്ട് സമാധാനമാണ്. രാവിലെ ട്രെയിനിന് പോകുന്നതിനകത്ത് എത്രയോ നല്ലതാണ് ബസ്സിന് പോകുന്നത്. കോളേജിലെത്തി. ഇപ്പോൾ അതാ നടന്ന് ഇങ്ങനെ പോവാണ്. പിന്നെ കോളേജിൽ നിന്ന് ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. എൻ്റെ മിന്നാന്ന് ഞാൻ വ്യൂസ് നോക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് കൊണ്ടുപോയി ഗൈസ്. അതിന് ശേഷം ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എനിക്ക് പിടിച്ചാൽ 500 രൂപ വാങ്ങും. അതിനെക്കൊണ്ട് ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോവാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, ഒരു ഷോർട്ട് കട്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് കേട്ടോ വഴി. ആണെങ്കിൽ വിശന്നിട്ട് കുടലുണ്ട്, കരിയാണ്. അതിലൊക്കെ തിന്നണം, സഹിക്കാൻ തന്നില്ല വിശന്നിട്ട്. സ്റ്റേഷനിൽ എന്തെങ്കിലും വാങ്ങിക്കണം കഴിക്കാൻ. ടിക്കറ്റിന് 45 രൂപ. ഗൈസ് റെയിൽവേ സ്റ്റേഷനിൽ 2 വടമൊക്കെ കഴിച്ചു. പിന്നെ ട്രെയിനിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് വീട്ടിലേക്ക് തന്നെ നടക്കാണ്. കോളേജിലൊക്കെ പോയി വന്നിട്ട് ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിട്ടോ. എൻ്റെ കൂടെ മദ്രസയിൽ പഠിച്ചാണ്. അപ്പോൾ ഓരോ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ നടന്നു. പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ് കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുണ്ട് ബോഡിയിൽ. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ, അത് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് ഹാൻഡ് ആൻഡ് ബോഡി ലോഷനാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതാക്കാം. ഇത് ഞാൻ കുറച്ച് എടുക്കല്ലോ കേട്ടോ. ഇത് കുറേ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സ്മെല്ലുണ്ട്. എനിക്ക് ഓവർ സ്മെല്ല് പറ്റില്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഗൈസ് അതിട്ട് കഴിഞ്ഞ് ഇനി അടുത്തത് എല്ലാവർക്കും മോസ്റ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ്.
അതും കൂടി ഇടാം. കഴിഞ്ഞിട്ടോ, ഇത് എന്താ പറയുക, രണ്ടാമത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ് ബാം, അടിപൊളിയാണ്. കുറച്ച് തോണ്ടിയെടുക്കട്ടെ. ഈ ലിപ് ബാമിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലിപ്സ്റ്റിക് ഇട്ട പോലെ കണ്ടോ, ഭയങ്കര കളറ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നോർമൽ ചുണ്ടിൻ്റെ കളർ തന്നെ ആവും. പിന്നെന്താ വെച്ചാൽ ചുണ്ടൊന്നും പൊട്ടൊന്നും ചെയ്യൂല. തണുപ്പ് സമയത്തൊക്കെ എൻ്റെയൊക്കെ ഭയങ്കര ഡ്രൈ ആവും ചുണ്ട്, പക്ഷെ ഇത് ചുണ്ട് പൊട്ടൂല, ഒന്നും ആവില്ല. ഡെയിലി ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാർക്ക് ബെറ്ററാണ് ഈ ലിപ് ബാം കേട്ടോ. ഈ ലിപ് ബാമിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇത് മോഡിക്കെയറിൻ്റെ ഒരു ഇതുണ്ട്, മോഡിക്കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഒരു സംഭവം. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തതാണ് കേട്ടോ. ആദ്യം ഞാൻ യൂസ് ചെയ്ത് കുഴപ്പമില്ലയെന്ന് തോന്നിയിട്ട് രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി വാങ്ങിക്കണം, ഇത് തീർന്നിട്ട് വാങ്ങിക്കണം. എന്നാൽ പിന്നെ നമുക്ക് പഠിക്കാൻ തുടങ്ങിയാൽ. അപ്പോൾ ഗൈസ്, ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതിനടുത്തത് പഠിപ്പാണ്. അപ്പോൾ ഇത് പഠിച്ചാലോ? ഉടൻ തന്നെ നമുക്ക് ലോണിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഗൈസ്, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, എൻ്റെ വീഡിയോ കുറേ ആൾ ഒരു 40% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഇതാക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.